ഹായ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി സിമ്പിളായിട്ടുള്ള ഒരു മുത്തൊക്കെ വെച്ചിട്ടുള്ള ഒരു ഹെയർ ബോ ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ വീട്ടിലുള്ള കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ വെച്ച് തന്നെ നമുക്ക് ഈ ഒരു ഹെയർ ബോ ഉണ്ടാക്കിയെടുക്കാം. നമ്മളെ വീട്ടിലുള്ള കുഞ്ഞു മക്കളൊക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ എന്നും സ്കൂളിൽ പോകുമ്പോൾ മാറിയൊക്കെ വെച്ചുകൊണ്ട് പോകാൻ പറ്റുന്ന ഒരു ഹെയർ ബോ ആണ്. നമുക്കതൊന്ന് കാണാം. ആദ്യം തന്നെ ഒരു കമ്പി ബോ എന്നൊക്കെ പറയും, ഒരു ബോ വേണം. പിന്നെ ഒരു ടേപ്പുണ്ട്, ആ ടേപ്പ് വേണം. അത് സൈഡിൽ താഴെ അറ്റത്ത് ചുറ്റാൻ വേണ്ടിയാണ്. അത് ചുറ്റി ആദ്യം നമുക്ക് അതിനെ ചുറ്റിയെടുക്കണം. അതിൻ്റെ അറ്റത്ത് ആ കമ്പി ബോയുടെ അറ്റത്ത് ചുറ്റിയെടുക്കണം. കണ്ടില്ലേ, വീഡിയോ കാണുന്നത് പോലെ ചെയ്യണം. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് നല്ല ഞാനിവിടെ വെള്ള കളറിലുള്ള മുത്തുകളാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറിലുള്ള മുത്തുകളൊക്കെ എടുക്കാം കേട്ടോ. വലുതോ ചെറുതോ ഒക്കെ എടുക്കാം. നല്ല ഭംഗിയുള്ള മുത്തുകളൊക്കെ ഉണ്ടെങ്കിൽ കാണാനും നല്ല ഭംഗിയായിരിക്കും. ഇവിടെ ഞാൻ ചെയ്യുന്നത് കണ്ടില്ലേ, കുഞ്ഞു മുത്തുകൾ അതിലേക്ക് കോർത്തിടുകയാണ്. കുഞ്ഞു മുത്തുകളാണ് കേട്ടോ, അത്രയ്ക്കുള്ള വലിപ്പമേ ആ ബോയ്ക്കുള്ളൂ. കണ്ടോ, അതുകൊണ്ട് തന്നെ കുഞ്ഞു മുത്തുകളാകുമ്പോൾ നല്ല ഭംഗിയായിരിക്കും തലയിലിരിക്കണ കാണാൻ. എല്ലാം ഇങ്ങനെ ചുറ്റിലും എടുക്കുക. കണ്ടില്ലേ, അത്രയും കോർത്തപ്പോൾ തന്നെ നല്ല ഭംഗിയായിട്ടുണ്ട്. അപ്പം മുഴുവനും കോർക്കുമ്പം നല്ല ഭംഗിയായും കാണാൻ. അപ്പം വീട്ടിലൊക്കെ വെറുതെ ഇരിക്കുന്ന അമ്മമാർക്കൊക്കെ ഇതൊക്കെ ചെയ്ത് വീടിൻ്റെ അടുത്തുള്ളവർക്കൊക്കെ കൊടുത്ത് വിൽക്കാനൊക്കെ പറ്റും. അങ്ങനെ ഒരു വരുമാന മാർഗം കൂടിയാകും ഇത്. ഒരു 30 രൂപ 50 രൂപ ഒക്കെ വിറ്റ് കഴിഞ്ഞാൽ അങ്ങനെ വിറ്റ് അങ്ങനെയാണ് വലിയ ബിസിനസ്സുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഓരോരുത്തർ. അങ്ങനെ ഇതൊരു വെറുതെ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ ചെയ്യാനും, പിന്നെ നമ്മളെ മക്കൾക്ക് തന്നെ തലയിലൊക്കെ വെച്ചുകൊണ്ട് പോകാനും, അങ്ങനെ സ്കൂളുകളിലൊക്കെ വെച്ചുകൊണ്ട് പോകുമ്പോൾ അവിടെ നിന്നും കുറേ ഓർഡേഴ്സ് കിട്ടാനൊക്കെ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ വീട്ടിലാരും വെറുതെ ഇരിക്കാതെ ഇതൊക്കെ ചെയ്ത് ഓരോന്നൊക്കെ ചെയ്ത് പഠിക്കാനും ഒക്കെ പറ്റും. അതുപോലെ തന്നെ ചെറിയ 10 രൂപയോ 20 രൂപയോ ഒക്കെ നമുക്കും സമ്പാദിക്കാൻ പറ്റും. അതൊക്കെ ഒരു വലിയൊരു എമൗണ്ട് അല്ലെങ്കിൽ പോലും ഒരു ചെറിയൊരു എമൗണ്ട് തന്നെയാണ്. എന്നാലും നമുക്കതൊക്കെ ആദ്യമായിട്ട് കിട്ടുന്ന ഒരു 10 രൂപയാണെങ്കിലും 20 രൂപയാണെങ്കിലും നമുക്കതൊരു വലിയൊരു കാര്യം തന്നെയായിരിക്കും. അപ്പോൾ കണ്ടില്ലേ, മുത്തൊക്കെ കോർത്തെടുത്തിട്ടുണ്ട്. ഓരോന്നായിട്ട് നല്ല ഭംഗിക്ക് അടുക്കി വച്ചിരിക്കുന്നത് പോലെ കോർത്തെടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിൽ നടുക്കായിട്ട് ഒരു നെയിം കൂടി വയ്ക്കുന്നുണ്ട്. അതൊക്കെ കണ്ടേ, ഇതാണ് നെയിം ബീഡ്സ് എന്നാണ് ഇതിനെ പറയുന്നത്. ഓരോ ഒരു ABCD അക്ഷരങ്ങളുണ്ട്. അത് നമുക്ക് ബീഡ്സായിട്ട് വാങ്ങാൻ കിട്ടും. ബിഗിനേഴ്സ് കിറ്റും നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറയണേ. ബിഗിനേഴ്സ് കിറ്റ് അതൊക്കെ ഒരു 200-300 അതിനകത്ത് വെച്ചേ ആവത്തുള്ളൂ. അപ്പം ബിഗിനേഴ്സിനൊക്കെ അതൊക്കെ വാങ്ങി പരിശീലിച്ച് നോക്കാം, ഉണ്ടാക്കി നോക്കാം എങ്ങനെയാണ് ബോ മേക്ക് ചെയ്യുന്നത് എന്നൊക്കെ വീഡിയോസൊക്കെ കണ്ട് ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കി അടുത്തുള്ള വീടുകളിലോ അടുത്തുള്ള കുഞ്ഞു മക്കൾക്കോ സ്വന്തം മക്കൾക്കോ ഒക്കെ ഉണ്ടാക്കി കൊടുക്കാം. അതിനാണ് ബിഗിനേഴ്സ് കിറ്റ് നമ്മൾ കൊടുക്കുന്നത്. അതുകൊണ്ട് കേട്ടോ, ആവശ്യക്കാരുണ്ടെങ്കിൽ പറയണേ. ഇവിടെ ഞാൻ നെയിം ബേർഡ്സ് എൻ്റെ മോളുടെ നെയിമാണ് വച്ചേക്കുന്നത്, അതും വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ള സ്ഥലത്ത് കൂടി നമ്മളവിടെ അതേ വൈറ്റ് കളർ, നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ കളറൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. എങ്ങനെയൊക്കെ ഒരു ബോയ് അടിപൊളിയാക്കാമോ അങ്ങനെയൊക്കെ നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. കണ്ടില്ലേ, അപ്പോൾ ബാക്കിയുള്ള ആ ഒരു നെയിം ബീഡ്സ് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള സ്ഥലത്ത് കൂടി ഞാനതാ വെള്ള മുത്തുകൾ കൊണ്ട് ഭംഗിയാക്കിയിട്ടുണ്ട്. ഫുള്ളും അത് കവർ ചെയ്തെടുക്കാം നമുക്ക്.
അത് കഴിഞ്ഞിട്ട് സെയിം നമ്മൾ ആദ്യം ഒട്ടിച്ചതുപോലെ തന്നെ ഒരു ടേപ്പ്, എൻഡിങ് ടേപ്പ് എന്ന് പറയും. എൻഡിങ് ടേപ്പ് വെച്ച് നമുക്ക് അതിനൊന്ന് ലാസ്റ്റ് ഭാഗം കൂടെ ഒന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പം തന്നെ അത് ഇങ്ങനെ പോകാതെ, ഇളവി പോകാതെ അവിടെ തന്നെ അത് സ്റ്റിക്കായിട്ടിരിക്കും. അത് കണ്ടില്ലേ, വീഡിയോയിൽ കാണുന്നത് പോലെ നമുക്ക് ആദ്യം നമ്മൾ എങ്ങനെയാണോ ഒട്ടിച്ചത് അതുപോലെ തന്നെ ഇതും അതുപോലെ ഒട്ടിക്കാം. അപ്പോൾ തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള ബോ റെഡിയാവും. ഇവിടെ വൈറ്റ് മുത്തുകളായതുകൊണ്ട് തന്നെ നല്ല ഭംഗിയായിട്ടുണ്ട്. കൂടെ ആ നെയിം കൂടി വന്നപ്പോൾ നമ്മളെ മക്കളുടെ നെയിമൊക്കെ വെച്ച് പോകുമ്പോൾ തന്നെ അവർക്ക് തന്നെ ഒരു സന്തോഷമായിരിക്കും. മറ്റുള്ളവരുടെ മുമ്പിലൊക്കെ, മറ്റുള്ള കുട്ടികളുടെ മുമ്പിലൊക്കെ പോയി നിൽക്കുമ്പോൾ അവർക്കൊരു സന്തോഷമായിരിക്കും. കണ്ടല്ലേ, തലയിൽ നല്ല ഭംഗിയായിട്ട് ഇരിപ്പുണ്ട്. താങ്ക് യു.